വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമ്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. അവിടെ ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടാ വെച്ച്. അങ്ങനെ ഒടുവിൽ പെണ്ണ് കേസുമായി. നമ്മുടെ തൊപ്പിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുണ്ടം പരിപാടി, ഡ്രഗ്സ്, കൂട്ടിക്കൊടുപ്പ്, ഇവിടെ ഏതും പോകും. ഇജ്ജാതി അലവലാദികളായിട്ടുള്ള ചെക്കന്മാരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഹറാം പെർപ്പ് എന്ന് പറഞ്ഞ പീക്ക് ലെവല് ഹറാം പെർപ്പ്. ഈ പൊട്ടന്മാർക്ക് മിണ്ടാണ്ട് ഒരു ഭാഗത്തിരുന്നാ പോരായിരുന്നു. ഇതിപ്പോ നാറിയപ്പോ ആരും നാറി, എല്ലാവന്മാരും നാറി. തൊപ്പിയും നാറി, ഷമീറും നാറി, മമ്മുവും നാറി. ഇനി നാറാൻ ആരും ബാക്കിയില്ല. കള്ള്, കഞ്ചാവ്, കല്ലുപ്പ്, പെണ്ണുപിടി, കുണ്ടനടി, ഇനി ഇതിനും വലിയ ഹറാം പെർപ്പ് വേറെ എന്താണുള്ളത്? തെറ്റി പിരിഞ്ഞത് ഓക്കെ, അങ്ങനെ അങ്ങോട്ട് പോയി അവനവനെ പാടും നോക്കി പോയാ പോരായിരുന്നു. പരസ്പരം വാരി അറിയാൻ നിന്നതുകൊണ്ട് ഇപ്പൊ എന്തായി? എല്ലാത്തിനും തനി കോണം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. എന്തൊക്കെയായിരുന്നു? തൊപ്പി നന്നായി, പഴയ ആളല്ല, ആളിപ്പോ സോലിഹായി, ദീനിയായി, മദർ തെരേസയായി. എന്തൊക്കെയായിരുന്നു ബഹളം? ഒരു നിമിഷം പോലും തൊപ്പി നല്ലവനായെന്ന് ഞാൻ പോലും വിശ്വസിച്ചു പോയിരുന്നു. അതാണ് അവന്റെ കഴിവ്. അജാതി മാനിപ്പുലേഷൻ ആണ്. പറഞ്ഞു വിശ്വസിപ്പിക്കാൻ തൊപ്പിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ക്യാമറക്ക് മുന്നിൽ കാണിച്ചു കൂട്ടിയതൊക്കെ ചെറുത് മക്കളെ. തൊപ്പിന്റെ തനി സ്വഭാവം അതിനേക്കാളും വെടക്കാണ്. തൊപ്പി മാത്രമല്ല, കൂടെ നടന്നിരുന്ന എല്ലാവരും ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് പോലും അടുപ്പിക്കാൻ പറ്റാത്ത അത്ര വലിയ ഉടായി. ആണിന് വരെ ഗർഭമുണ്ടാക്കുന്ന ജാതിയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ തൊപ്പി യൂസ് ചെയ്തെന്നൊക്കെയാണ് ഇപ്പൊ കൂടെയുള്ളവന്മാര് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനും വലിയ കോമഡി. തൊപ്പി ഇടയ്ക്കിടെ വീട്ടിൽ ഓരോ പെണ്ണുങ്ങളെയും കൊണ്ടുവരും പോലും. എന്നിട്ടെന്താ അതെന്നെ പരിപാടി? അങ്ങനെ ഒരു ദിവസം ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് കാര്യപരിപാടികളെല്ലാം നടക്കുന്നതിന്റെ അടുത്ത് തൊപ്പി എന്താക്കി? മമ്മുവിനെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ആ പെണ്ണിനെ മുന്നിൽ വെച്ച് മമ്മുവിനോട് പറഞ്ഞു പോലും, ഈ പെണ്ണ് പോരടാ, ഒരു സുഖല്ലേ ഈ എനിക്ക് ബ്ലോ ചെയ്തുകൊണ്ടാണ്, അതായത് ഊമ്പി കൊടുക്കാൻ. ഇത് പറഞ്ഞാൽ മറ്റാരുമല്ല, മമ്മു തന്നെയാണ്. അവരപ്പം തന്നെ ചാടി കയറി തൊപ്പി പറഞ്ഞ പോലെ ചെയ്ത് കാണും. അത് വേറെ കാര്യം. ഇവന്മാര് ഗുണ്ടന്മാരാണ്, ഫുൾ ഡ്രഗ്സ് ആണ്, അതുകൊണ്ടാണ് എല്ലാത്തിനും ചവിട്ടി പുറത്താക്കിയത് എന്നായിരുന്നല്ലോ തൊപ്പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. മമ്മുവും ഷമീറും ഒരുമിച്ച് കിടക്കുന്ന ഒരു വീഡിയോയും തൊപ്പി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ തങ്ങളെക്കാളും വലിയ കുണ്ടച്ചാരാണ് തൊപ്പി എന്നാണ് തൊപ്പിയുടെ പഴയ അടിമ കണ്ണന്മാർ ഇപ്പൊ വന്നിരുന്ന് പറയുന്നത്. ഇത് പറയാൻ ഇവന്മാർക്ക് യാതൊരു ഉറപ്പില്ല എന്നുള്ളതാണ്. കാരണം കോൽക്കാലിയുടെ ഒരു അറ്റത്ത് തൊപ്പിയാണെങ്കിൽ മറ്റേ അറ്റത്ത് ഇവന്മാരാണല്ലോ, അതായത് ഈ മമ്മുവും ഷമീറും ഒക്കെ. അത് തുറന്നു പറയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. സ്വയം എത്ര നാറിയാലും വേണ്ടിയില്ല, തൊപ്പിയെ നാറ്റിക്കണം, അത്രേ ഇവന്മാർക്കുള്ളൂ. അതിനിടയിൽ ഹനാൻഷാ ഇതിലേക്ക് വലിച്ചിട്ട് ഇവന്മാർ. അതിനുള്ള പണി ഹനാൻഷാ കൊടുത്തു, അത് വേറെ കാര്യം. കഴിഞ്ഞ ദിവസം ഷമീർ ഇട്ട വീഡിയോയിലാണ് എല്ലാ കാര്യങ്ങളും ഇവന്മാർ പറഞ്ഞിരുന്നത്. ഹനാൻഷായുടെ കാര്യം ഇതേ ലൈവിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഹനാൻഷായുടെ ഒരു ഫ്രണ്ടിന്റെ ഭാര്യയെ നോക്കി തൊപ്പി വളരെ മോശമായിട്ടുള്ള എന്തോ ഒരു കമന്റ് പറഞ്ഞു. ആ പെണ്ണിന്റെ പേരടക്കം ഇവന്മാർ ലൈവിൽ പറയുന്നുണ്ട്. തൊപ്പി പറഞ്ഞത് മഹാമോശം തന്നെയാണ്, അതൊക്കെ. പക്ഷെ ഇവന്മാർക്ക് പെണ്ണിന്റെ കാര്യം ഇതിലേക്ക് വലിച്ചേക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ വേണമെങ്കിൽ ലൈവിൽ ഇവന്മാരത് പറയുന്ന ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? അനാൻഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോള എന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോമ്പിന്റെ സമയത്ത് ഇവൻ ഇത് പറയണം എന്നാലോചിക്കണം. നോമ്പിന്റെ സമയത്താണ് ഇവൻ ഇത് പറയുന്നത് എന്നാലോചിക്കണം. നോമ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വ്ളോഗ് വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ കുത്തിയാൽ മതി. എല്ലാവരും ഹെഡ്ഫോൺ കുത്ത്, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കില്ല. ഹെഡ്ഫോൺ കുത്തിയിട്ട് ഇത് കേക്ക്, ഹെഡ്ഫോൺ കുത്തിയിട്ട്, മനസ്സിലായോ? അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്ന വോയിസ് ഉണ്ട്. ഓൻ പറയുന്ന എന്താന്ന് മനസ്സിലായോ? ആരെ കുറിച്ചാ പറയുന്നത്? അനാൻഷാന്റെ കൂടെയുള്ള ഓന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇവൻ പറയുന്നത്. ഇതും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിണ്ടല്ലോ, കേരളമേ നിന്റെ എല്ലാം വീട്ടിൽ കയറി. അതായത് ഹനാൻഷയുടെ വ്ലോഗ് പ്ലേ ചെയ്ത സമയത്ത് തൊപ്പി ഹനാൻഷയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ എന്തോ കമന്റ് അടിച്ചെന്നാണ് ഇവന്മാർ പറയുന്നത്. ഇതൊന്നും ഇപ്പൊ ഇത്ര വലിയ സംഭവമാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. തൊപ്പിന്റെ അപരാധങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാത്രമായിരിക്കും ഇത്. ചുമ്മാ ഹനാൻഷയുടെ പേര് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നല്ല റീച്ച് കിട്ടുമല്ലോ, അതിനുവേണ്ടി മാത്രം ഇവന്മാർ എടുത്തിട്ടതാണെന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള പണി ഹനാൻഷ തന്നെ കൊടുത്തിട്ടു. ഹനാൻഷ ഇവന്മാരുടെ ചാനലിന് സ്ട്രൈക്ക് കൊടുത്തു. അങ്ങനെ ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഹനാൻഷ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് വായിച്ചുതരാം. ഇന്നലെ എന്നെയും എന്റെ കൂട്ടുകാരെയും കുടുംബത്തെയും ലക്ഷ്യമാക്കി ഒരു യൂട്യൂബ് ലൈവിൽ ഉപദ്രവവും അധിക്ഷേപം, സ്ത്രീകൾക്ക് നേരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ നൽകിയ കോപ്പറേറ്റ് സ്ട്രൈക്കിനാൽ നീക്കം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇതേ ലൈവിൽ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന റീൽസ്, ഷോർട്സ്, ക്ലിപ്സ്, റീപോസ്റ്റുകൾ, ഇതിൽ സംബന്ധിച്ചുള്ള റിയാക്ഷൻസ് തുടങ്ങിയ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പ്രചരിപ്പിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കണ്ടന്റുകൾ സൃഷ്ടിക്കുകയോ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക്, അക്കൗണ്ട് ടേക്ക് ഡൗൺ, പ്ലാറ്റ്ഫോം ആക്ഷൻ തുടങ്ങിയ അപകീർത്തിപ്പെടുത്തുന്ന ഡിഫമേഷൻ, സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ, സൈബർ ഉപദ്രവം, വ്യക്തിഹത്യ, സ്വകാര്യ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്ത്യ ശിക്ഷ നിയമത്തിലെയും BNS ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെയും ബാധകമായ വകുപ്പുകൾ പ്രകാരമുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരാം. നിങ്ങൾ ഇത്തരത്തിലുള്ള
വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അത് നീക്കം ചെയ്യുക. നന്ദി. ഓക്കെ, നമ്മൾ ആരുടെയും പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. തൊപ്പി എന്താണ് പറഞ്ഞതെന്നും നമ്മൾ പുറത്തുവിട്ടിട്ടില്ല. എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊന്നും എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ ഹനാൻഷ വിഷയം അത്രയേ ഉള്ളൂ. എന്തായാലും ഇവന്റെ ലൈവിൽ ചില ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്നും കണ്ടോക്കാം. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ പെങ്ങള് ഓള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകണ്ട. അതിപ്പോഴാണ് മോനെ എനിക്ക് ഓർമ്മ വന്നത്. പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വേറെ വീട്ടിലേക്ക് അയക്കാനുള്ളതാണ് എന്നുള്ളത് എനിക്കിപ്പോഴാണ് ബോധം വന്നത്. ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി അപരാധങ്ങളൊന്നും നീ കാണിക്കില്ലായിരുന്നു. MRZ ഗ്യാങ്ങിൽ തന്നെ പോയി ചേരില്ലായിരുന്നു. ഇതിപ്പോ കുണ്ടനാടി, പെണ്ണുപിടി, ഡ്രഗ്സ് അങ്ങനെ സകല ആറാമ്പറപ്പും കാണിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പെങ്ങളെ കെട്ടിച്ചയക്കാനുള്ളതാണെന്നുള്ള ബോധം ഇവനുണ്ടായത്. ഇവനൊക്കെ വീട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ടാകും. എനിക്ക് നമ്മുടെ നാട്ടിലെ യൂത്തന്മാരോടും യുവതികളോടുമാണ് പറയാനുള്ളത്. ഇമാതിരി ഊളകളുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ പരിപാടികൾ കണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് കരുതി പിന്നാലെ പോകാനും അനുകരിക്കാനും ഒന്നും നിൽക്കണ്ട. കണ്ടില്ല ഇവന്മാരുടെ ഒക്കെ തനി ഗുണം? ഇതൊക്കെ എത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലെ ലൈഫ് കണ്ട ആരും കിനാവ് കാണേണ്ട മക്കളെ. ഒരു 90% ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബാക്കി പറന്തായാലും അപ്പം ഈ പറഞ്ഞ പോലെ ഓളെ അന്ന് ഓള ഒരിക്കലും തല ഒലിച്ചു നിൽക്കൂല. ഈ ലൈവ് തീരുമ്പോ അതിന് തല പൊന്തിച്ചിട്ട് വേണ്ട കുനിക്കാൻ. തല പൊന്തിച്ച് നിൽക്കാൻ ഒരു ഗ്യാപ്പ് നീ കൊടുത്തില്ലല്ലോ. എന്തായാലും ബാക്കി പറ. ഓൾ ഒരിക്കലും എന്റെ ഉമ്മയോ എന്റെ പെങ്ങളോ തല കുനിച്ച് നടക്കൂല. മനസ്സിലാ? എന്റെ ഉമ്മയോ എന്റെ ഉപ്പയോ തല കുനിച്ച് നടക്കൂല. അത് ഈ ലൈവ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരാളുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാം. എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ മെയിൻലി ഓക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇതാക്കുന്നത്. കാരണം ഓക്ക് അത്രയും ഓളെ ഇക്കാക്ക ദുബായിൽ നിന്ന് വിളിച്ചു, ഉപ്പ വിളിച്ചു, ഓളെ ഉമ്മ ഈ പറഞ്ഞ പോലെ സീനാക്കി. ഇല്ലേ ഞാൻ പറയുകയാണെങ്കിൽ ഇതെന്റെ ഗേൾ ഫ്രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. മനസ്സിലായി? എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ സിസ്റ്റർ, എന്റെ ഗേൾ ഫ്രണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അത് ഈ ലൈവ് തീരുമ്പോൾ നമുക്ക് ഗേൾ ഫ്രണ്ടിനൊക്കെ ഈ മറന്നു കള മോനെ. ഓളെനി കിട്ടുമെന്ന് നീ കിനാവ് കാണണ്ട. ആ വെള്ളം വാങ്ങി വെച്ചാളാ. ഓളെ കാണിക്കാനാണ് ഈ ലൈവ് ചെയ്തതെങ്കിൽ ഈ ലൈവ് വേസ്റ്റ് ആയിരുന്നു കൂട്ടിക്കും. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് തരുമെന്നാണ് നീ വിചാരിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെയെങ്കിൽ അവളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അത്. അല്ലെ, ഇനി ഇതൊക്കെ അറിഞ്ഞിട്ട് മോള് ഇറങ്ങി വരുമെന്നാണെങ്കിൽ പിന്നൊന്നും എനിക്ക് പറയാനില്ല. ഓളെ അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ്? ബാക്കി പറഞ്ഞാൽ ട്രസ്റ്റ് മൈ വേർഡ്സ്, നീ റോഡിൽ ഇറങ്ങിയാൽ നിന്നെ കല്ലെടുത്തെറി. തൊപ്പിയോടാണ് ഈ പറയുന്നത്. ഇവൻ തൊപ്പിയെ കുറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാണെങ്കിൽ തൊപ്പി പുറത്തിറങ്ങിയാൽ ആളുകൾ കല്ലെടുത്തെറിയുന്നു. അത്രക്കും വലിയ ബോംബാണ് അവൻ പൊട്ടിക്കാൻ പോകുന്നത്. പക്ഷെ കല്ലെടുത്തെറിയുമ്പോൾ തൊപ്പിയെ മാത്രമായി ആരും എറിയൂല, നിനക്കും കൊള്ളുമേറ്. അത് മറക്കണ്ട. എറിഞ്ഞാട്ടും എല്ലാത്തിനെയും. തൊപ്പി ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാവന്മാരും ഒരുമിച്ചല്ലേ സകല കന്നും തിരിവുകളും കാണിച്ചിരുന്നത്. ബാക്കി പറഞ്ഞാൽ ഈ പറയുന്ന മുഖവും പേരും നീ ഓർമ്മിച്ച് വെച്ചോ. കിക്കിൽ ഒരു 10% കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ഒരു 40% കാണിക്കും. ബാക്കി ശതമാനം നീ കണ്ടോ. മനസ്സിലായി? അത് ഇറങ്ങിയാ പിന്നെ നീ ജീവിച്ചിരിക്കില്ല. എന്തായാലും എന്തിനാണ് 5ഉം 10ഉം ഒക്കെ ആയിട്ട് കാണിക്കാൻ നിൽക്കുന്നത്? കാണിക്കുമ്പോൾ മുഴുവനായിട്ട് അങ്ങ് കാണിച്ചൂടെ? എന്തായാലും നീയൊക്കെ നാറി. ഇനി നിന്റെയൊക്കെ നാറിയ കഥകൾ 60% കാണിച്ചാലും 100% കാണിച്ചാലും ഒരേപോലെയൊക്കെ തന്നെ. ഇനി ഇവരും അമ്മവും കൂടി കുണ്ടകളി കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി ഒരു വീഡിയോ ഒക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ കുറിച്ച് ഇവൻ സംസാരിക്കുന്നുണ്ട്, അന്ന് കേട്ടോക്കാം. ആണാണ് ബ്രദർ, ആണാണ്. കുണ്ടനല്ല നിന്നെ പോലെ, അത് കാണിക്കും. മനസ്സിലായോ? കുണ്ടനല്ല. സ്വയം ഞാനിരുന്ന് വീഡിയോ നോക്കി ഞാനെന്തിന് മമ്മൂനെ കുണ്ടനടിക്കണം? എന്നാ പിന്നെ ഞങ്ങൾക്ക് മമ്മൂനെ കുണ്ടനടിച്ചാ പോലെ. ഞാൻ വീഡിയോ നോക്കി ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്തിനാ പിന്നെ മമ്മൂനെ കൊണ്ടുവരടിക്കാൻ പോകുന്നത്? അത് അല്ലാണ്ട് വേറൊന്നും കൂട്ടി പറയുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ഇടുന്നതും. അത് നീ നാളെ കാണിക്കണോട്ടോ. നീ നാളെ ആടെ നിങ്ങൾ എന്താ പറയുന്നത്? എന്താന്ന് അവിടെ വീഡിയോ എടുക്കുന്ന നമ്മള് വീഡിയോ എടുക്കുന്നില്ലാന്നേ ഉള്ളൂ. അവിടെ കണ്ട ശരത്ത് പോലും വണ്ടി കാട്ടിട്ട് നടക്കലാന്ന്. അങ്ങനത്തെ ഫ്രീഡം ആ ഗാങ് ഹൗസിൽ. കൊള്ളാം. അവിടെയുള്ള എല്ലാവന്മാരും തുണി അയച്ച് ആട്ടി നടക്കുകയാണെന്ന് അർത്ഥം. ആട്ടി നടക്കുന്നതിന് എടുക്ക് എവിടെയെങ്കിലും തുള കണ്ടാൽ അപ്പ ശാമ്പു. അതാണ് പരിപാടി. എന്തായാലും കട്ടിലിൽ കിടന്ന് വാണം വിട്ടിരുന്നത് ഇവന്മാർ രണ്ടുപേരുമായിരുന്നു സമ്മതിച്ചല്ലോ. ഷമീർ വീഡിയോ കണ്ട് വാണം വിട്ടു. അവൻ വാണം വിടുന്നത് കണ്ട് കമ്പിയായി ഷമീർ റോക്കറ്റ് വിട്ടു. എന്തായാലും ഇവര് താമസിച്ചിരുന്ന ഒരു വീട് ഒരു കുണ്ടനാടി കേന്ദ്രമായിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. വലിയ കുണ്ടൻ തൊപ്പിയും കുറെ അടിമ കുണ്ടന്മാരും എല്ലാവരും കൂടി അരാജകത്തിൽ നിറഞ്ഞൊരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും കാലം ഇങ്ങനെ സുഖിച്ച് ജീവിച്ചു. വാണം വിട്ടും മൂക്കിപ്പൊടി വലിച്ചും കുറെ കാലം പോയി. അവസാനം ബോധം വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും കാലം തൊപ്പിയുടെ അടിമകളായിരുന്നു. ഭൂമിക ഭാരമായിട്ട് കുറെ ചെങ്ങായിമാരിഷ്ടമാണ്. ബാക്കി പറഞ്ഞാൽ പിന്നെ ഞാൻ കുണ്ടെന്ന് പറയുന്നത് ഓൻ തെളിയിക്കണം. ഞാൻ കുണ്ടനല്ല നമുക്കറിയാം. അപ്പൊ ഓൻ തെളിയിക്കണം. മനസ്സിലാവും? ഞാൻ കാര്യം പറഞ്ഞു. ഈ സംഭവത്തിൽ ഞാനും തെറ്റിയാറിനാ, ഞാനും ഇതിലുണ്ട്. ഞാൻ കുവൈത്ത് നിന്ന് വന്ന സമയത്ത് ഇവൻ മുടി വെട്ടി നിൽക്കുക. ആ സമയത്താണ് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ ഗ്യാങ് കൊടുക്കുന്നത്. മനസ്സിലാ? ആ സമയത്ത് ഇവൻ നല്ല ഇതടിയാ. അപ്പൊ ആ ടൈമില് ഈ പറഞ്ഞ പോലെ ഞാൻ അക്കും ഇവൻ തന്നിട്ടുണ്ട്, മമ്മൂനും കൊടുത്തിട്ടുണ്ട്. മമ്മൂൻ വന്നിട്ട് പറയും മമ്മൂന് കൊടുത്തിട്ടുണ്ട്, ഇവൻ എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. റാംബോ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. റാംബോ യൂസ് ചെയ്തില്ല. റാംബോ അത് തൊട്ടിട്ടില്ല. ഉള്ള കാര്യമുള്ള പോലെ തന്നെ പറയാലോ. റാംബോ യൂസ് ചെയ്തിട്ടില്ല. റാംബോ അത് തൊട്ടിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും റാംബോ യൂസ് ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ ഇവൻ ഈ സാധനം ഒസാക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ ന്യൂസിലെല്ലാം വന്നൊരു സംഭവമാണ്. ഈ അങ്ങനെയാണ് അവന്റെ ബ്ലാക്ക് ഫോർച്യൂണർ പിടിക്കുന്നത്. അങ്ങനെയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ വണ്ടി ഇപ്പോൾ ഇല്ലാത്തത്. ഇപ്പോൾ മറ്റേ ഇവിടെ സ്റ്റേഷനിലുണ്ട്, നേവിക്കാരുടെ സ്റ്റേഷനിലുണ്ട്, കളമശ്ശേരിയോ ഏതോ ഒരു സ്റ്റേഷനുണ്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ വണ്ടി പിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുപിടി ഇതടി, ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി. അപ്പൊ
ഡ്രഗ്സ്. അപ്പൊ തൊപ്പി പറഞ്ഞത് അവന്റെ അടിമകളാണ് ഡ്രഗ്സ് വീട്ടിൽ കയറ്റിയത് എന്നാണ്. ഷമീർ പിള്ളേരെ ഡ്രഗ്സ് കൊടുത്ത് നശിപ്പിച്ചു എന്നാണ് തൊപ്പി പറഞ്ഞിരുന്നത്. ഞാൻ എന്നേ വരെയും അതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷമീർ പറയുന്നത് നേരെ തിരിച്ചാണ്. തൊപ്പി വെറും എമ്മിന്റെ ആളായിരുന്നു എന്നാണ് ഷമീർ പറയുന്നത്. എമ്മടി പെണ്ണുപിടി, എമ്മടി പെണ്ണുപിടി, ഇത് തന്നെയായിരുന്നു കുറച്ചു കാലമായിട്ട് ഇവന്റെ പരിപാടി. ഇവന്റെ എന്ന് പറഞ്ഞാൽ തൊപ്പിന്റേത് മാത്രമല്ല, ഷമീറിന്റെയും പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും എല്ലാം അവൻ സമ്മതിച്ചു തരുന്നുണ്ട്. സമ്മതിച്ചു തരാതെ വേറെ വഴിയില്ല. കാരണം സ്വയം നാറാതെ തൊപ്പിയെ നാറ്റിക്കാനൊന്നും അവന് കഴിയൂല. കാരണം സകല ആറാമ്പറപ്പിനും തൊപ്പിയുടെ കൂടെ അവന്മാരുണ്ടായിരുന്നല്ലോ. തൊപ്പി ഡ്രഗ്സ് ഉപയോഗിച്ച് ഒരു പെണ്ണിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇവൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സൈഡിൽ കൊടുക്കാം. അടിച്ച് കിറിഞ്ഞിരിക്കുന്ന മമ്മുവിനെയും ഫോട്ടോയിൽ കാണാം. ഇനി മറ്റേ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തൊപ്പി യൂസ് ചെയ്തതിനെ കുറിച്ച് അവൻ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. ഇപ്പൊ ഇവൻ തന്നെ പറഞ്ഞല്ലോ, റാംബോ തന്നെ പറഞ്ഞല്ലോ, ഫെയിം ആ ടൈം അത്രയും ഫെയിമാ. കാരണം ഈ മുടി വെട്ടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഫെയിമാ. അപ്പൊ ഈ മുടി വെട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഫെയിം ഉള്ളതുകൊണ്ട് ഇവൻ എവിടെ പോയാലും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അപ്പൊ അങ്ങനെ നമ്മള് മറ്റേ ക്യൂൻസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവന്റെ ബ്ലാക്ക് ഫോർച്യൂണറിൽ ഞാന്, നിയാദ്, റാംബോ, പിന്നെ ഫാസിൽ പാച്ചു ആണോ ഒസാക്കിയാണെന്ന് അറിയില്ല, വേറൊരാളും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യൂൻസ് വരെ പോയി. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ നമ്മൾ വണ്ടി കാണുമ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ 2 പെമ്പിള്ളേർ വന്നു, ലക്ഷദ്വീപിലുള്ള പെണ്ണ്. ഒന്നിന് 18 ആയില്ല, ഒന്നിന് 19 എന്തോ വയസ്സാണ്. ഒന്ന് കാണാൻ കുറച്ച് എന്താ പറയുക ചെറുതാ. ഈ പറഞ്ഞ പോലെ 18 ആകത്തോണ്ടുള്ള അതിന്റെ ഇതും വെളുത്ത് അങ്ങനെയാണ്. അപ്പൊ 2 ഗേൾസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ ഇവൻ പറഞ്ഞു പ്രൂഫ്, ഇതെല്ലാം ഞാൻ അങ്ങനെയാ പ്രൂഫ് എടുക്കാം. ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ പെമ്പിള്ളേരെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് പോയി. പെട്രോൾ പമ്പിന്റെ അടുത്ത് നിന്ന് ഇവൻ പറഞ്ഞു അങ്ങോട്ടേക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. പമ്പിന്റെ അടുത്ത് പോയി. പമ്പിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു. ഇതാക്കി ഒരു പെണ്ണിനെ ഞാനും എടുക്കാം, ഒരു പെണ്ണിനെ ഓനും എടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല, ഉള്ള കാര്യം പറയലാം. ഒരു പെണ്ണിനെ ഞാൻ എടുക്കാന്ന്, ഒരു പെണ്ണിനെ എടുക്കാന്ന് വെച്ചാൽ സെറ്റ് ആക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ഇവൻ പ്രണയം നടിച്ചിട്ട് ഈ ആണോ മോനെ, പ്രണയിക്കാനായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചു കേട്ടോ. വല്ലാണ്ട് നന്മമരമാവല്ല മോനെ നീ. ഇവന് ഓൾറെഡി ഒരു പെണ്ണുണ്ട്, അതിനിടയിലാണ് വേറെ പ്രണയിക്കാൻ നടക്കുന്നത്. 17-18 വയസ്സുള്ള പെൺകുട്ടികളെ ട്യൂൺ ചെയ്യുന്നത് പ്രണയിക്കാനാണോ വേറെ വല്ലതിനുമാണോ എന്നൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പോകുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആക്കി ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇതാക്കുന്നല്ല, ഞാൻ ന്യായീകരിച്ച് വേണ്ടി ഇതാക്കുന്നല്ല. അങ്ങനെ ഒരു തെറ്റാൻ ഭാഗത്തും പറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒന്നും ചെയ്തില്ല, അതിന് ഉറപ്പ്. ഈ പറഞ്ഞ പോലെ അവർ ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മൾ ഇത് യൂസ് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം. അപ്പൊ എൻ്റെ പെട്ടിയൊക്കെ ഉണ്ട്, പെട്ടിയൊക്കെ റൂമിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ ഫേസ് ക്രീമോ എന്തോ സംഭവം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവന് ഇഷ്ടമായ ചെറിയ പെണ്ണ്, ഈ പറഞ്ഞ പോലെ ഈ 18 പെണ്ണ് എൻ്റെ കൂടെ റൂമിൽ ഒന്ന് ഞാൻ അത് കാണിച്ചു കൊടുത്ത് നമ്മളെന്തോ സംസാരിച്ചു. അത് ഇവന് കൊണ്ടു ഇവന്റെ ഈഗോ തട്ടി. അത് ഇവന് കൊണ്ടു. ആ കൊണ്ടതിന്റെ പേരിൽ അങ്കാ പെണ്ണിനെ കുറച്ച് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ ഇവനോട് പറഞ്ഞു അത് ഇതാന്ന്. പക്ഷെ ഇവന് ആ പെണ്ണിനെ മോഹമുള്ളതുകൊണ്ട് ഇവൻ ചെയ്ത കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ ഷമീറിനോടുള്ള വാശിക്ക് ആ 17 വയസ്സുള്ള പെൺകുട്ടി ഒരു ദിവസം മുഴുവനും തൊപ്പി കൊണ്ട് നടന്നു, പലതും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ തൊപ്പി ആ പെൺകുട്ടി ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് റാംബോയുടെ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ പല പെണ്ണുങ്ങളെയും ഇവൻ ഗർഭിണിയാക്കിയിട്ടുണ്ട് എന്നും പഴയ അടിമകൾ ഇപ്പൊ ആരോപിക്കുന്നുണ്ട്. പറഞ്ഞു വരുമ്പോ പോക്സോ കേസ് ഒക്കെ എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, വല്ലതും നടക്കുമെന്നോ. ഇനി ഇവരുടെ കൂട്ടത്തിൽ ജാസി എന്ന് പറയുന്ന ഒരുത്തൻ കരിഞ്ഞു മെഴുകിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ രാങ് കണ്ടു നോക്കാം. അത് കട്ട് ചെയ്ത് പിന്നെ ഞാൻ യൂസ് ചെയ്തെന്നുള്ള രീതിയിൽ ആ പറഞ്ഞ നീ ഇത് കാണുന്നുണ്ടാടാ, നിനക്കെന്നെ അറിയാം ഞാൻ അവിടുന്ന് ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാളാണ്. എന്തിനാടാ പച്ചക്കുള്ള ആൾക്കാർ മുമ്പ് പോയി പറയുന്നത്? ഞാൻ എന്താ ഇന്ന് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ എന്റെ മേത്ത് ടെസ്റ്റ് ചെയ്തോ, ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത പബ്ലിക്കലി ഞാൻ പറഞ്ഞു ഞാനിപ്പോ അവസാനമായിട്ട് എടുത്തൊരു ഫോണുണ്ട്, ഐഫോൺ. എന്റെ മാക് ബുക്കും ക്യാമറയും വിറ്റിട്ട് പിന്നെ ഈ സിനിമന്റെ കിട്ടിയ പൈസയും കൂടി കൂട്ടിയിട്ട് എടുത്തൊരു ഫോണാണ്. ഈ ഫോൺ ഞാനങ്ങ് തരും, എന്തെങ്കിലും പിടിക്കപ്പെട്ടെങ്കിൽ എന്റെ നിയാദിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കാം. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ടീമിനോട് മുടി വേണോ ഉമിനീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയിക്കോ. കാരണം എന്താണ്ട് ഇത്ര ഇതിൽ പറയുന്നവരടാ, എടാ യൂസ് ചെയ്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നിയാദിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എടാ നിയാദ്, നീ എന്തിനാണ് വെറുതെ കള്ളത്ര ആൾക്കാർ മുമ്പിൽ പറയുന്നത്? എടാ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിയാദ് ഇന്നലെ ആട് പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ഉണ്ടെങ്കിലും ഓനേക്ക് ഇതാ എനിക്കയക്ക്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ ഇന്നലെ വിളിച്ച് 3 മണിക്ക് കറിയാണ്. ആരെങ്കിലും പൈസ തരും, വീടിന്റെ ആധാരം ഞാൻ പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, അവർക്ക് എത്ര പൈസ വേണ്ട ഞാൻ ആ പൈസ തരും. 5 പൈസ കൈമല്ല. പക്ഷെ പറയുന്ന കാരണം എന്താ അറിയാം, നമ്മൾ മാത്രം അത് എന്തെങ്കിലും ഞാൻ ഇത്ര റോങ് ആയിട്ടോ എനിക്കറിയാം. കുറച്ച് സാധാപത്തോടു കൂടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാരെ കണ്ണിൽ ഇതാക്കാൻ പറ്റൂ. നീ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ജാസ് ഇന്നേവരെ ഇതേപോലെ നിന്റെ മുന്നിൽ സംസാരിച്ചിട്ടില്ല. നീ വളാഞ്ചേരിയിൽ നിന്ന് ആ റാംബോനെ കൊണ്ട് എന്റെ കഴുത്തിന് ഇവിടെ മുറിയായിട്ട് നീ എന്താണ് എന്നോട് പറഞ്ഞത്? കാണിച്ചരടാ, നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? കേരളത്തിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ഏറ്റെടുക്കും, എന്റെ അടുത്ത് എവിഡൻസ് പ്രൂഫ് ഉണ്ട് എന്നടാ. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റൂടാ. രമേശ് ചെന്നിത്തല സാറെ ഞാൻ പറയുന്നു, ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷന് പോയ സമയത്ത് ഈ
ഡാഷ് മോൻ അവിടുന്ന് ഒരു സാധനം ഒരു കൊമള അതിൽ ആസിഡ് ഒഴിച്ചിരുന്നോ സാധനം ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആ കൊമളയെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേറ്റം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഒന്ന് മെഴുകുന്നുണ്ടാവും. അടയ്ക്ക് ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം വെച്ചാൽ രമേശ് സാറിന്റെ പണി എന്ന് പറഞ്ഞാൽ മതി. ഈ വയസ്സാകാലത്ത് മൂപ്പര് യുവമാരുടെ പ്രശ്നം പരിഹരിക്കാൻ നടക്കണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം. ഞാൻ എന്തായാലും ഒന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു നോക്കട്ടെ. ചെക്കന്മാര് പറഞ്ഞ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. എന്തായാലും കൂട്ടത്തിൽ ഏറ്റവും വലിയ കഞ്ചാവ് ഓളി തൊപ്പിയാണെന്നാണ് അടിമക്കണ്ണന്മാര് പറയുന്നത്. ബാംഗ്ലൂരിലേക്ക് പോയപ്പോ എന്തൊക്കെയോ വലിച്ചു കയറ്റുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എപ്പോഴോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അവനെ തൂക്കി എറിയാമായിരുന്നു. ഇതിപ്പോ തൊപ്പിയാണെങ്കിലും നിങ്ങളാണെങ്കിലും എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നു എന്നല്ലാതെ പ്രോപ്പർ തെളിവൊന്നും ആരുടെയും കയ്യിലില്ല. ബാക്കി പറഞ്ഞാൽ ചെറിയ കുട്ടികളടക്കം എന്റെ വീഡിയോ കണ്ടിട്ട് വൈതെറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അല്ലാണ്ട് കുറെ ആൾക്കാർക്ക് വയറ്റിലുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഇപ്പൊ ദുബായിൽ വിളിച്ചിന് ഒരാൾ വിളിച്ച് നമുക്ക് എന്തോ ബാക്കി കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു പ്രൂഫ് എന്താണെന്നറിയാം. ഒരു ദുബായിൽ പ്രൊമോഷൻ ഞാൻ ഷമീറായിട്ട് കാണിച്ചെന്നില്ലേ, പ്രൊമോഷൻ പോയിട്ട് അവിടുന്ന് CCTV ഫുട്ടേജ് ഉണ്ട്. ഈ എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. അവസാനം എന്താക്കിയെന്നറിയാം, ചങ്ങായി പറഞ്ഞ് 25,000 രൂപ തരാം. നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒരു 30,000 രൂപ തരാൻ നമ്മൾ പറഞ്ഞു പോയി. ഗതികോടുണ്ട് മേടിച്ച് കൊടുക്കാൻ നമുക്ക്. എന്നിട്ട് അവസാനം ഡീലാക്കി തോന്നുന്നു. അതിന്റെ ഫുട്ടേജ് കിട്ടിയില്ല. എടാ നിയാദ് എവിടുന്നെങ്കിലും യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫുട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്കൊന്നയച്ചാ എന്റെ ഉമ്മ രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ വൃത്തിക്ക് പോകാനാവില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയുമെങ്കിൽ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനെയല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് കലക്കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എന്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ് ഞാൻ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞത്, സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് ാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് ആദ്യം പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. അത് എന്താണ് തെറ്റ്? അവൾ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത് ജാസിക്ക് പ്രൊമോഷൻ. ഞാൻ സത്യം പറയാം, ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്താ ജാസി. ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും വിചാരിക്കരുത്. നിന്റെ കരച്ചിലുണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല മോനെ. ഇനി കരഞ്ഞിട്ട് ഇപ്പൊ പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല. തൊപ്പി എന്ന് പറയുന്ന ബിലീസ് അങ്ങനെയുള്ള ആളാണ്. അവൻ എന്തൊക്കെ ചെയ്യും? ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇത്രയും കാലം നീയൊക്കെ അവന്റെ കൂടെ അടിമകളായി നടന്നത്. ഇനിയിപ്പോ വന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ജാസി ഇനിയും കരയുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് മെഴുകുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് മമ്മു തൊപ്പിക്ക് ഊമ്പി കൊടുത്ത കഥ പറയുന്നുണ്ട്. നമ്മളെന്തായാലും ആന്ന് കേട്ടോക്കാം. ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാന് ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും, എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം. കാരണം പെണ്ണ് വരുന്നതാണ്. പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ. നീ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും. എല്ലാം തന്നെ ഇപ്പൊ ക്യൂൻസേന് സെറ്റാക്കിട്ട് തന്നെ ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിച്ച സെറ്റാക്കില് ഞാൻ കൊച്ചിയില് ഇങ്ങനെല്ലാം പറയുമ്പോ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നുണ്ടല്ല മൊത്തം പൊമ്പിളറും കള്ളും. എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർന്ന് പറയാം, ഇതിന് പ്രൂഫില്ല. ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കല. ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച്, എടാ ഇനി വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീ അത് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറയാം, നീ അത് പറയാം, എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പെന്ന്, അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. ഇവളെന്താ വിചാരിക്കുക? പോട്ടെ അത് പോട്ട്. നീ ഒന്ന് ഇതാക്കി തരാൻ, ഒന്ന് നീ ബ്ലോജ് ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും ടൈമാണ് ഈ. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽ നീയും കൊണ്ടേനും അവരും കൊണ്ടേനും. അല്ലാതെ ഇപ്പൊ എന്ത്? അവൻ മുമ്പിൽ തരാൻ പറയുമ്പോ അതൊക്കെ മേലെ ചെയ്ത് കൊടുത്താനല്ലേ നീ. അതുകൊണ്ട് ചെന്ന് വലിയ ഡയലോഗ് അടിക്കണ്ട. നിങ്ങളുടെ ഗ്യാങ്ങിൽ ഏറ്റവും വലിയ തെറ്റാല് തൊപ്പിയാണെങ്കിൽ ചെറിയ തെറ്റാല് ഇവനാണ് മമ്മു. ഹെവി ഡേഞ്ചർ ആണ് ഇവനൊക്കെ. എന്തായാലും ഈ ലൈവ് യൂട്യൂബ് ഡിലീറ്റ് ആക്കിയതോടെ ഷമീർ ചെറിയൊരു ലൈവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ 2-2.5 മണിക്കൂർ ഇരുന്ന് ഓരോ അപരാധങ്ങൾ കാണിക്കുന്നവനാണ്. ഇന്നലെ ആകെ 15 മിനിറ്റ് ലൈവ് മാത്രമാണ് ചെയ്തത്. ഹനാൻഷയോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. വയ്യ നിർത്തി എല്ലാം അടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ലൈവിന് ചില വാങ്ങുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ മൊത്തത്തില് എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ഇതിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര സീനാണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി. ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലൈവ് പോയി. അത് കോപ്പിറൈറ്റ് കിട്ടിയതാണ്. ഹനാൻഷ കോപ്പിറൈറ്റ് അടിച്ചതാണ്. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മൂപ്പരെ ഭാഗത്തുനിന്ന് നോക്കുമ്പം അത് ശരിയാണ്. അടപടലം മുഞ്ചപ്പോ തിരിച്ചറിവൊക്കെ വന്ന് തുടങ്ങിയ ഷമീർ, അതോ ഇതൊക്കെ നിന്റെ അഭിനയമാണ്? ഇനിയിപ്പോ ഇതേപോലെ പാവത്തിനെ പോലെ ഇരിക്കാന്നല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ അല്ലെ? എന്തൊരു മാന്യമായിട്ടാണ് അവന് സംസാരിക്കുന്നത് നോക്കൂ. ബാക്കി പറഞ്ഞാൽ മൂപ്പരെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ഇന്നലത്തെ ലൈവ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്താന്ന് എനിക്ക് അറിയില്ല. എത്ര പേര് ഇന്നലത്തെ ലൈവ് കണ്ടെന്ന് അറിയില്ല. അപ്പം അതിൽ നമ്മൾ പറ്റുന്നത്ര
ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ തുറന്നടിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ പൈസയും ഇതും ഉള്ള ആളെ ഇതാക്കാൻ നിൽക്കരുതായിരുന്നു, മനസ്സിലായോ? നമ്മളതിൽ പൈസ ഇല്ല, നമ്മളതിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഇല്ല, പവറില്ല. സോ അതുകൊണ്ട് സൗണ്ട് കുറവാണോ? ഓക്കെ. അപ്പോൾ നമ്മളതിൽ ഇത്തരം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ എന്തായാലും മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോവും. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ എന്തായാലും പോവും. പിന്നെ ജാസീൻ്റെ ഇൻസ്റ്റ പോയി, അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി, മമ്മൂൻ്റെ പോയി, എല്ലായിടത്തും ഇതൊക്കെ പോയി, മനസ്സിലായോ? അപ്പോൾ എൻ്റെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പോവുക. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോവും. അപ്പോൾ ലൈവിന് ഒരാഴ്ചക്ക് ശേഷം മറ്റേ ലൈവ് ഉണ്ടാവും. വേറെ കുറേ കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ. കുറെ കാലം തിന്നും കുടിച്ചും ഹറാമ്പുറപ്പും കാണിച്ച് നടന്നതല്ല മോനെ. ഇനിയിപ്പോ കുറച്ച് കാലം തീറ്റയും ഉറക്കമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീയൊക്കെ ചെയ്ത് കൂട്ടിയാൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണ്ടേ? അതിങ്ങനെ പല രൂപത്തിലായിട്ട് വരും. ഉറക്കവും തീറ്റൊന്നും ഇല്ലെങ്കിലും നന്നായി പോയി. അതിലും വലിയ പണികൾ നിനക്കൊക്കെ കിട്ടുന്നുണ്ട്, നീയൊക്കെ അത് അർഹിക്കുന്നുണ്ട്. ബാക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതായത് നന്മപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസയും പവറും ഇതുള്ള ആളെ തെറ്റുകൾ എന്തെല്ലാന്നോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചെയ്ത തെറ്റ്, മനസ്സിലായോ? ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം, അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിത്ത് പ്രൂഫ്, വീഡിയോ അടക്കം, ഇവന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് സ്വഭാവം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. തൊപ്പി എക്സ്പോസ് ചെയ്യുമ്പോൾ നീയും എക്സ്പോസ്ഡ് ആവുന്നു. അപ്പൊ പിന്നെ നിനക്ക് നെഗറ്റീവ് വരും, സ്വാഭാവികം. നീ എത്ര വലിയ പുണ്യാളനൊന്നും അല്ലല്ലോ. തൊപ്പി ബിലീസ് ആണെങ്കിൽ നീ ബിലീസിനെ കഞ്ഞി വെച്ച് കൊടുത്തവനാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു വണ്ടിക്കുള്ള ആൾക്കാരാണ്. സോ തൊപ്പിയെ റിവീൽ ചെയ്തെന്ന് കരുതി നിന്നെ ഒന്നൊക്കെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുമെന്നൊന്നും നീ സ്വപ്നം കാണരുത്. തൊപ്പിയെ 4 കല്ലെറിയുമ്പോൾ നിന്നെ 2 എറിയും. അങ്ങനെ സമാധാനിക്കുന്നു. ചെയ്തു വെച്ചതിനൊക്കെ ഉള്ളത് നിനക്കും കിട്ടണ്ടേ? ഇവിടെ ഇപ്പൊ തൊപ്പി ചീത്തവൻ, നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ നല്ലവൻ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാ എണ്ണവും തെറ്റാലുകളാണ്. അപ്പൊ തൊപ്പിക്ക് കിട്ടുന്ന പോലെയുള്ള പണികൾ നിങ്ങൾക്കും കിട്ടും. അത്രേ ഉള്ളൂ. അതിനൊന്നും കരിഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി പറ. ഫാമിലിയിൽ അവർക്ക് സത്യം അറിയാം, അതുകൊണ്ട് അവർ കൂടെ ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ പ്രശ്നമാണ്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഈ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസം ലൈവ് ഉണ്ടാവില്ല, കഴിഞ്ഞിട്ട് പിന്നെ കിക്കിലായിരിക്കും. കിക്കിൽ ഈ പറഞ്ഞ പോലെ ചാനൽ അടിച്ച് കളയാനും ചാനൽ പൂട്ടിക്കാനൊന്നും കിക്കിൽ പറ്റൂല. അതുകൊണ്ട് ആടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആടെ ചെയ്യും. പിന്നെ എപ്പം ജയിലിലാവുന്നു, എപ്പം കേസ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലിലാകാം. അപ്പോൾ ജയിലിലാകാം മീൻസ് ഒരിക്കലും ഡ്രഗിൻ്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലിലാവില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ഒന്ന് ഓൻ തന്ന് അടിച്ചല്ലാണ്ട് ഞാൻ അതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ജാസ എങ്ങനെയല്ലോ മോനെ പറഞ്ഞത്. നീയൊക്കെ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നിന്റെ ലൈവിൽ തന്നെ വന്ന് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ അതിന്റെ ക്ലിപ്പ് വെക്കാം. നമ്മൾ പെരുന്നാൾക്ക് നാട്ടിൽ പോയിട്ട് ഇത് ഈ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൺ ഞാൻ അവിടെ യൂസ് ചെയ്ത ഫോണാണ്. ഇവൻക്ക് ഇപ്പോൾ എവിഡൻസ് ആയിട്ട് പറയുന്ന കേൾപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി എൻ്റെ കോൾ റെക്കോർഡുകളാണ്. ഞാൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ആ റെക്കോർഡാണ്. ഞാനോട് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് ഡിക്ലറേഷൻ പറയാം, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ വോയിസ് കേൾപ്പിക്കാൻ. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവിടെ ചോദിച്ചു ഇവൻ കാര്യം പറഞ്ഞു, ഇവൻ്റെ അടുത്ത് 350 റുപ്യ, അല്ല 3000 സംതിങ് റുപ്യ ഉണ്ടായിരുന്നു. ആ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഷമീറിനോട് എന്തിനു ചോദിച്ചു, ഓലക്കെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നൈസായിട്ട് അങ്ങനെ ആരാ ഇത് കട്ട് ചെയ്തതിന്റെ ബേക്കിൽ ആരാന്നറിയില്ല. ഞാൻ അതിന് അത്രയും മാസം പറയുന്നത് ആയിക്കൂലേ, നൈസായിട്ട് ഞാൻ കട്ട് ചെയ്ത്. എടാ ഞാൻ ഇന്നവർ സാധനം യൂസ് ചെയ്യില്ല, അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ എപ്പം എവിടെ കണ്ടുകഴിഞ്ഞാൽ എന്ത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ പറയും. അതായത് എടാ എന്തിനാണ് വെറുതെ, ഞാനൊരു മമ്മൂനോട് ഞാൻ പറയും, എടാ മമ്മു അവിടുന്ന് ഇറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ, നമ്മുടെ കാര്യങ്ങൾ അടിപൊളിയാക്കണ്ടേ, വീഡിയോസും റീലും കാര്യങ്ങളും ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണ്ടേ, എന്തിനാണ് ഇതിനു വേണ്ടി പൈസ കൊടുത്തത്, അതിന്റെ ആവശ്യം ഉണ്ടായോ, ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന ഭാഗം കേട്ടല്ലോ. തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഇവരൊക്കെ ഡ്രഗ്സ് അടിച്ച് നടന്നിരുന്നു എന്നാണ് ജാസി പറഞ്ഞത്. ഇവിടെ മമ്മുവിന്റെ പേര് മാത്രമാണ് ജാസി പറഞ്ഞത്. പക്ഷേ മമ്മു ഉണ്ടെങ്കിൽ ഷമീർ ഉണ്ടാവും. അതങ്ങനെയാണല്ലോ. എന്തായാലും ഷമീർ നീ ബാക്കി പറ. പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേവരെ കുണ്ടം കളിച്ചിട്ടില്ല, മനസ്സിലായോ? അത് ഞങ്ങൾക്ക് ആരും വിശ്വസിപ്പിക്കാനൊന്നുമില്ല, ഞാൻ പറയാം. പിന്നെ അനാൻഷാനോട് എനിക്ക് പറയാനുള്ളത്, സോറി ബ്രോ, ഈ പറഞ്ഞ പോലെ
ഓൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി ഓൻ്റെ റിയാലിറ്റിയും ഓൻ ആരാന്നും കാണിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെ ഒരു ഇതാക്കേണ്ട വന്നു. അതിന് ഞാൻ സോറി ചോദിക്കുന്നു. ഇത് എന്താ വെച്ചാൽ കരയാൻ പോലും പറ്റുന്നില്ല, കാരണം കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ടാഗ് റിമൂവ് ചെയ്യാം. ടാഗ് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്. ഇൻസ്റ്റയിൽ വേറെ പേര് കൊടുക്കാണ്ട് വെറും പേരിൽ ഇൻസ്റ്റ ഇതാക്കുന്നില്ല. പിന്നെ അപ്പോൾ കുറ്റപ്പെടുത്തുന്നവർക്കെല്ലാം കുറ്റപ്പെടുത്താം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. ജനം ടി വിയോ? ജനം ടി വി എന്താ? ഇല്ല ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് വിട്ടു. എനിക്കിതിൽ ഇനി ഇതാക്കാം. ഇന്നലെ ലൈവ് കണ്ടവർക്കെല്ലാം സത്യം മനസ്സിലായ കാര്യങ്ങളാണ്. മനസ്സിലായോ? ഓനെന്തോ ഈ വായിൻ്റെ പവറുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുണ്ടത്തല അടിച്ചു എന്നെല്ലാം പറയുന്നല്ലാണ്ട് അതിനൊരു തെളിവുമില്ല. ഞാൻ ഇപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അനുവാദം ഇല്ലാണ്ട് എടുത്തിട്ട് ചെയ്ത തെണ്ടിത്തരാത്. മനസ്സിലായോ? അതിലും ഒന്നുമില്ല. മനസ്സിലായോ? കുണ്ടനായ ഞാൻ എന്തിനാ വീഡിയോ കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്? ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഒരു 5-10 കേസും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ചിലപ്പം ജയിലിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇതിൽ ചിലപ്പം ജയിലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ജയിലിൽ പോയില്ലെങ്കിൽ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ കിക്കിൽ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളോട് വിശ്വസിക്കുന്ന ഒരു 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കാരോട് പറയണം തോന്നി. അതിനു വേണ്ടി മാത്രം വന്ന ലൈവാണ്. ഇല്ല, എനിക്ക് തന്നെ ആരെക്കുറിച്ചും ഒന്നും പറയണമെന്നില്ല ബ്രോ. മനസ്സിലായോ? ഡോൺ വെറി ഷമീർ ബ്രോ. വിഷമിക്കേണ്ട ഷമീർ ബ്രോ, നിങ്ങൾ സത്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ തൊപ്പിക്കെതിരെ സംസാരിക്കുന്നത്. ഇപ്പോൾ കഷ്ടപ്പെട്ട് കളിക്കുന്നത് കൊണ്ടാ തൊപ്പിക്ക് സപ്പോർട്ട്. നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ബ്രദർ. അപ്പോൾ റെസ്റ്റ് 40 ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ലൈവ് കഴിഞ്ഞപ്പോൾ മുതലൊരു 18 വയസ്സിന് താഴെ ഉള്ളൊരു 2 പെൺപിള്ളേർ മുഖം കാണിക്കാൻ തയ്യാറല്ല. പക്ഷേ പറ്റുന്ന ഇത് ചെയ്യാം. അവരെ ഇത് വെളിപ്പെടുത്താണ്ടെന്ന് കഴിഞ്ഞാൽ അവരെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കയ്യിലുണ്ട്. പക്ഷേ പിന്നെ 18-ന് മുകളിലുള്ള ഒരു 4 പെൺപിള്ളേരെ അബോഷൻ്റെ അടക്കം ഡീറ്റെയിൽസും റെക്കോർഡടക്കം കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കാണിക്കാനോ ഇതാക്കാനോ ഒന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ ഇത് അറിയിക്കുക, ഇത് നിങ്ങൾ അറിയുക എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയൊന്നും കാണിക്കണമെന്നോ ഇതാക്കണമെന്നോ ഇല്ല. ഞാനിത് വിട്ടു. ബെസ്റ്റ്. ഇവനൊക്കെ വെടി തീർന്ന് ചത്ത് ഇവനൊക്കെ ഇനി ഒന്നിനും വയ്യ, എല്ലാം നിർത്തി എന്നൊക്കെയാണ് ചങ്ങായി പറയുന്നത്. ഇതൊക്കെ ഇവന്റെ ആക്ടിങ് ആണെന്ന് ആർക്കറിയാം. ഇങ്ങനെ തളരാനാണെങ്കിൽ ആദ്യം ഈ പരിപാടിക്ക് നിൽക്കണമായിരുന്നു. ഇതിപ്പോ എന്തായി, എല്ലാവരും നാറി, തൊപ്പിയും നാറി, നിങ്ങളും നാറി. എന്തായാലും ഉമാരുടെ ഒക്കെ തനി നിറം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, അങ്ങനെ കണ്ടാൽ മതി. ഇനിയിപ്പോ എനിക്കുള്ള ഏറ്റവും വലിയ സംശയം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഇവന്മാർ വരുമോ എന്നുള്ളതാണ്. അല്ല, അതിനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റൂല കേട്ടോ. അജാതി ടീമാണ് ഇവന്മാർ, എന്തും സംഭവിക്കാം. എന്തായാലും തൊപ്പിയുടെ പഴയ അടിമകൾ തളർന്നു, അവർക്ക് ഇനി ഒന്നിനും വയ്യാന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ തൊപ്പി അടുത്ത വീട് പൊട്ടിക്കുമോ ഇല്ലയോ എന്നായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇവന്മാർ 2 ദിവസം കുത്തിയിരുന്ന് ലൈവ് ചെയ്തതിനെയൊക്കെ വെറും 6 മിനിറ്റ് വീഡിയോ കൊണ്ട് തൊപ്പി അങ്ങ് അടിച്ച് തൂഫാനാക്കി കളഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആളുകളെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാനുള്ള തൊപ്പിയുടെ കഴിവ് എടുത്ത് പറയുക തന്നെ വേണം. ചങ്ങായി ഇന്നലെ ഷമീറും ടീംസിനും എതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തതിന് ശേഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. പരാതി കൊടുക്കാൻ വന്നതാണ്. എന്നൊക്കെ ഒരു മിനിറ്റ് വണ്ടി വന്നിട്ട് ബാക്കി പറയാം. നമ്മൾ സമാനത്തിൽ ഇരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടോ വരും. ഓക്കെ, ഇന്ന് കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയിരുന്നു. ഓക്കെ, ചെങ്ങായി പോയി കേസ് കൊടുത്തു. എന്തന്വേഷിച്ചാലും ഞാൻ നേരിടാൻ തയ്യാറാണെന്നുള്ള ലൈൻ. ഇതൊരു 1-ാം തരം നീക്കമാണ് തൊപ്പി നടത്തിയതെന്ന് പറയേണ്ടി വരും. കേസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ സ്വാഭാവികമായും തൊപ്പിക്കെതിരെയും അന്വേഷണം വരും. കാരണം മറ്റവന്മാർ ആരോപിച്ച പോക്സോ കേസ് ഡ്രഗ് യൂസിങ് ഇതിനെതിരെയുള്ള ഡിഫമേഷൻ കേസാണല്ലോ തൊപ്പി കൊടുത്തിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും തൊപ്പി കൊടുത്ത കേസ് അന്വേഷിക്കും. അതിനൊപ്പം ഈ പറയുന്ന കാര്യങ്ങൾ തൊപ്പി ചെയ്തിരുന്നു എന്ന് പോലീസ് അന്വേഷിക്കും. പക്ഷേ തൊപ്പിക്കെതിരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഡ്രഗ്സ് ഉപയോഗിച്ച കാര്യമാണെങ്കിൽ അത് കൈയോടെ പൊക്കിയാൽ മാത്രമേ കേസ് വരും. ബ്ലഡ് ടെസ്റ്റും മറ്റും ചെയ്താൽ ഇനി വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ പെണ്ണ് കേസ്, ഇതേവരെ ഒരു ഒറ്റ പെണ്ണ് പോലും തൊപ്പിക്കെതിരെ
ഇവനെതിരെ ആരോപണവുമായി വന്നിട്ടില്ല. ആരെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ തൊപ്പി അത് പൈസ എറിഞ്ഞ് ഒതുക്കുകയും ചെയ്യും. പൂത്ത പൈസ ഉണ്ട് ചങ്ങായിന്റെ അടുത്ത്, എന്തെങ്കിലും കാണിച്ച് അവനത് ഒതുക്കും. അതേപോലെ മറ്റവന്മാര് തൊപ്പി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുക എന്നല്ലാതെ ഇതുവരെ ഒരുത്തിയെ പോലും തൊപ്പിക്കെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവന്മാരാണെങ്കിൽ ആകെ തളർന്ന് ചത്തു, ഇനി ഒന്നിനും വയ്യാണ്ടായി. ജയിലെങ്കിൽ ജയിലെന്നും പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ. തൊപ്പിയാണെങ്കിൽ സ്ട്രോങ് ആയി വരികയും ചെയ്യുന്നു. ഇവൻ പഠിച്ച കള്ളനാണ്, കക്കാനും അറിയാം നിൽക്കാനും അറിയാം. പക്ഷെ മറ്റവന്മാരങ്ങനെയല്ല, കക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, നിൽക്കാൻ അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം, തൊപ്പി കേസ് കെടുത്തു എന്ന് വിചാരിച്ചിട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഇവൻ വെറുതെ 2 കടലാസും പൊക്കി പിടിച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി വീഡിയോ ചെയ്തതാവാനും മതി. അല്ല, ഇവന്മാർ എന്ത് ചെയ്താലും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ബാക്കി കണ്ടോക്കുന്നത് നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാ, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ, ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് ഇതാക്കി, പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കി ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് ഇവന് പിടിവള്ളി. ഒരൊറ്റ പെണ്ണ് വരും ഇന്നേ വരെ ഇവനെതിരെ രംഗത്ത് വന്നിട്ടില്ല. മറ്റവന്മാര് ലൈവിൽ ഒന്ന് കെഞ്ചുന്നുണ്ടായിരുന്നു ഒരാളെങ്കിലും ഇവനെതിരെ ആരോപണവുമായി രംഗത്ത് വരാൻ വേണ്ടി. പക്ഷെ ഇതുവരെയും ആരും വന്നിട്ടില്ല. ഇനിയിപ്പോ ആരെങ്കിലും വരുമെന്ന് തോന്നുന്നുമില്ല. വരാൻ വിചാരിച്ചാലും ഇവനത് പൈസ കൊടുത്ത് ഒതുക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ബാക്കിയാണ് നോക്കാം. ഓക്കെ, പിന്നെ ഡ്രഗ്സിന്റെ കാര്യം. എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക്. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരേൽ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ ഇനി നാളെ ഒരു മനുഷ്യ പറയാം വീട്ടിന്റെ താഴെ ഞാനും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയിരുന്നു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന്റെ തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാര്യം പറയില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ മുഖത്തൊക്കെ എനിക്ക് മടിയാണ്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, മൊന്നെ തൊപ്പി ഞാൻ ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് പുണ്യാളനെ അവലട കുട്ട, ഒന്നും അറിയാത്ത കിള്ളക്കുട്ടി ആവില്ലേ നീ. ഒരു മയത്തിലൊക്കെ തള്ളു. നീ എന്താണ് ഏതാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇടയ്ക്ക് എപ്പോഴോ നീ ഒന്ന് നന്നായിന്ന് വിശ്വസിച്ചു പോയി. പക്ഷെ അതൊക്കെ നിന്റെ അഭിനയം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് വൈകി പോയി. അതുകൊണ്ട് നീ വല്ലാണ്ട് അങ്ങ് വെളുപ്പിക്കല്ലേ. എന്തായാലും ബാക്കി പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്ത് വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്ത് വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല ക്രിമിനൽ കേസുകൾ. ആ അലമാറയിൽ നിന്ന് ഒരു ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്. എടാ ഞാൻ ഡ്രഗ് അടിക്കുന്നത് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കഞ്ചാവ് എടുത്ത് കാണിച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാനാവും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണു വന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, എന്തെങ്കിലും പരാതി ഉണ്ടോ? ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണേഴ്സ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുവാ മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്, ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാൻ അത് ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കാം, ഞാൻ അത് പറഞ്ഞെന്നും പറഞ്ഞ് നിൽക്കാം. ഞാൻ പറയാ
എല്ലാം ഞാൻ തെളിയിക്കും, എല്ലാ എവിഡൻസും ഞാൻ പോലീസിന് കൈമാറും. അവന്മാരുടെ കയ്യിലുള്ള പോലീസിന് കൈമാറണം. ഫോറൻസിക്കിൽ ഇട്ട് ടെക്നിക്കലായിട്ടും എല്ലാണ്ടും മൊത്തത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തണം, പിടിക്കണം. ഓക്കെ, ഇതിന്റെ സത്യം പുറത്തു തരണം. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ അവനെ നാട്ടിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരും. ഞാനും കൊന്നോ അല്ലെങ്കിൽ വേറെന്താ ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകവും കഴിഞ്ഞാൽ പിന്നെന്താ അടുത്തെന്താ നിങ്ങൾ ആലോചിക്കുക? ആ സാധനം ഒരിക്കലും അടുത്ത് വരുന്നത് നോക്കോ. അടുത്തെന്താ നിങ്ങൾ ആലോചിക്കുക, ആ സാധനത്തിന് അടുത്ത് ഒരു പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇത് പറഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഡീഫമേഷൻ കേസ് ഞാൻ എന്തായാലും ജയിക്കും. ക്രിമിനൽ കേസും ഞാൻ ജയിക്കും. ഡീഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 പൈസ 9 പൈസ ഞാൻ തൊടൂല. അർഹതപ്പെട്ടവർക്കോ അല്ല രോഗികൾക്കോ അനാഥാലയത്തിലോ ഞാൻ അത് കൊടുക്കും. ഓക്കെ, ബാക്കി ഇനി ആ ഒരു ലീഗൽ ഫൈറ്റിന് ഞാൻ ഇറങ്ങാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഡിഫോമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ പാവങ്ങൾക്ക് കൊടുക്കുമ്പോഴല്ലോ തൊപ്പി ഒരു നന്മമരം തന്നെ. ഈ നന്മയുടെ വെള്ളരിപ്രാവനാണല്ലോ ഈശ്വരൻ ഞാൻ തെറ്റാരെന്ന് വിളിച്ചത്. ഐ ആം ജി സോറി തൊപ്പി, ഐ ആം ജി സോറി. എന്താണ് ഇവനൊരു മാനിപ്പുലേഷൻ അല്ലെ? ഇതാണ് ശരിക്കുള്ള തൊപ്പി. ഈ കഴിവ് വെച്ചിട്ടാണ് ഇവൻ ഇന്ന് ഈ കാണുന്ന നിലയിലെത്തിയത്. സകല ആറാം പറപ്പുകളും ചെയ്തു വെച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള നല്ല കഴിവുണ്ട് ഇവന്. എന്തായാലും കൊള്ളാം. മറ്റവന്മാരെന്തായാലും ജയിലിൽ പോകാൻ തയ്യാറായി ഇരിക്കുന്നതിനെ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തൊക്കെ കാണേണ്ടി വരുമെന്തോ. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.